ഹലോ ഗൈസ്, എന്റെ മോൻ ഋതപ്പന് ഞാനൊരു പലഹാരം മേടിച്ചോണ്ട് വന്നേ. അവൻ ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ്. എന്താന്ന് ചോദിച്ചാ ചമ്മന്തിപ്പൊടി. എന്റെ പൊന്നു രേഷ്മ ചേച്ചി, അത് സുധിച്ചേട്ടന്റെ മോനാ. ചെറിയൊരു ചമ്മന്തിപ്പൊടി അരച്ചു കൊടുത്താലും ആ കൊച്ചു ചോറ് തിന്നോളൂ. അല്ലാതെ രേഷ്മ ചേച്ചിയുടെ കൂട്ടുകാർ 2 പ്രാവശ്യം പോയിട്ട് എന്നിട്ട് സൗദിയോ എവിടെ കണ്ട് മണലോ കണ്ടെന്ന് പറഞ്ഞു കിടന്ന് ഷാർജശക്കെ കുടിക്കൂ, ഞാൻ ഷാർജശക്കെ കുടിക്കൂ, ഞാൻ ഷാർജശക്കെ കുടിക്കത്തുള്ളൂ, ഞാൻ ഷാർജശക്കെ കുടിക്കൂ. എന്ത് ഗൾഫിൽ പോയപ്പോൾ മുതൽ എനിക്ക് ഷാർജശക്ക് മാത്രമേ കുടിക്കാൻ തോന്നുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചം അടിച്ചോണ്ടിരിക്കുവല്ല. ഞാൻ ഇന്നലെ ഒരു കമന്റിനെ പ്രതികരിക്കാൻ വന്നതാണ്. എൻ്റെ വീഡിയോക്കകത്തല്ല, കൊല്ലം സുധിച്ചേട്ടൻ്റെ മൂത്ത മകൻ്റെ ഒരു വീഡിയോയുടെ അടിയിൽ വന്നിട്ട് കമൻ്റ് ഇട്ടേക്കുന്നത്, മോനെ അവളുടെ കയ്യിൽ നിന്ന്, രേണുവിൻ്റെ കയ്യിൽ നിന്ന് ആ ഋതു, അതായത് സുധിച്ചേട്ടൻ്റെ ഇളയ മകനെ നീ രക്ഷിച്ചെടുക്കടാ. ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ, ഈ കമൻ്റ് ഇടുന്ന മിടുക്കികളും മിടുക്കന്മാരും എന്ത് ചെയ്യേ? കുഞ്ഞിന് ബാഗ്, ഇപ്പോൾ സ്കൂൾ തുറക്കുക, ബാഗ് ഞാൻ തന്നെ വേണ്ട മേടിച്ചു കൊടുക്കുക. പിന്നെ എങ്ങനെയാ? പിന്നെ ഈ പറഞ്ഞോളന്മാരൊരു കമൻ്റ് ഇടാൻ മേലെ, മോനെ നിനക്ക് കിട്ടുന്ന പൈസയെന്ന് അവൻ എന്തെങ്കിലും മേടിച്ചു കൊടുക്കും പറയാൻ മേലെ? അതൊന്നും പറയുന്നില്ലല്ലോ. അപ്പൊ ഞാനല്ല എന്റെ കുഞ്ഞിനെ നോക്കുന്നത്, അപ്പൊ ഞാൻ നോക്കിക്കോളാം കേട്ടോ. അതിന്റെ വെച്ച് കൊല്ല സുധിച്ചേട്ടന്റെ മൂത്ത മകൻ എന്ന് പറയുമ്പോൾ രേഷ്മ ചേച്ചിന് ആരായിട്ട് വരും? അത്രയും ഡിസ്റ്റൻസ് എന്തിനാ സത്യം പറഞ്ഞാൽ കൊടുത്തേക്കുന്നത്? രണ്ടാമത്തെ കാര്യം, എന്റെ ഇളയ മകനായിട്ടുള്ള ഋതപ്പന് കിച്ചുവോ അല്ലെങ്കിൽ നാട്ടുകാരെ വന്ന് വല്ല സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ബാഗ് വാങ്ങിച്ചു കൊടുക്കുക. നാട്ടുകാർ സഹായിച്ചാൽ കുറെ നാൾ ചേച്ചി കഴിഞ്ഞിട്ടുള്ള, നാട്ടുകാർ കഷ്ടപ്പെട്ട് ചോര നീരാക്കി അതിനകത്തൊരു പങ്ക് രേഷ്മ ചേച്ചിക്ക് തന്നപ്പോൾ അത് കഴിച്ചിട്ട് എല്ലിന്റെ ഇടയ്ക്ക് ഒരു അഹങ്കാരം കാണിച്ച് രേഷ്മ ചേച്ചിക്ക് ഇനിയും അവർ സഹായം ചെയ്യണം എന്നാണ് രേഷ്മ ചേച്ചി പറഞ്ഞിരിക്കുന്നത്. സോ ഹലോ ഗൈസ്, നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാ മാനുപ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. രേണു ചേച്ചിക്കെതിരെ, ക്ഷമിക്കണം, രേഷ്മാപ്പി തങ്കച്ചൻ പപ്പയ്ക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ട് കിച്ചു രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മറുപടി രേണു ചേച്ചി പ്രതീക്ഷിച്ചു പോലും കാണത്തില്ല. കാരണം ഇത്രത്തോളം പട്ട് ഷോയും അതേകൂട്ട് തന്നെ വിവാദങ്ങൾക്ക് വേണ്ടി പീക്ക് ലെവലിൽ നിന്ന് എന്ത് വിവരക്കേട് വേണമെങ്കിലും പറഞ്ഞു വിടാന്നുള്ള രേഷ്മ ചേച്ചിയുടെ ഒരു ഭാവം തെറ്റായി പോയി എന്ന് രേഷ്മ ചേച്ചിക്ക് തോന്നുന്ന ഒരു സമയം വരുമെന്ന് പല പ്രാവശ്യം നമ്മളെ പോലെ തന്നെ മറ്റുള്ള റിയാക്ഷൻ ചാനലും എല്ലാവരും ഒരേ ശബ്ദത്തോടെ നിന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ആ ഒരു സമയം ഏകദേശം എത്തിക്കഴിഞ്ഞ സുഹൃത്തുക്കളെ. എന്തായാലും കിച്ചു ചേട്ടൻ്റെ അടുത്ത് ഒരു മീഡിയക്കാരൻ പോയി ഒരു അഭിപ്രായം ചോദിക്കുകയാണ് രേഷ്മ ചേച്ചിയെ പറ്റിയിട്ടുള്ളത്. അതുകൂടാതെ കിച്ചു ചേട്ടൻ്റെ ഫസ്റ്റ് ഇനാഗ്രേഷൻ സംഭവങ്ങളും എല്ലാം കഴിഞ്ഞിരിക്കുന്നു. സത്യം പറഞ്ഞാൽ കിച്ചു ചേട്ടനാണ് ഇനാഗ്രേഷൻ കിട്ടേണ്ടത്, അല്ലാതെ ഇവിടെ വന്ന് വിവരക്കേട് കാണിക്കുന്നത്, വിവരക്കേട് പറഞ്ഞതും കോപ്രായങ്ങൾ കാണിക്കുന്നതും കോമാളിത്തരങ്ങൾ കാണിക്കുന്നതായിട്ടുള്ള രേഷ്മ ചേച്ചിക്ക് അല്ല ഇനാഗ്രേഷൻസ് കൊടുക്കേണ്ടത്. ഇതേപോലുള്ള കിച്ചു ചേട്ടനാണ് കൊടുക്കേണ്ടത്. ആരാ ഈ രേഷ്മ ചേച്ചി ഇനാഗ്രേഷൻ വിളിക്കണ്ടേ? അത് ന്യായമായിട്ട് പറയുന്നുണ്ട്. അതായത് ഈ ഓണർ തന്നെ, കിച്ചു ചേട്ടൻ ഇനാഗ്രേഷന് വിളിച്ച ഓണർ തന്നെ ന്യായമായിട്ട് പറയുന്നുണ്ട് രേഷ്മ ചേച്ചി എന്താണ് ഉദ്ദേശിക്കുന്നത്, എന്താണ് പറയുന്നത്, എല്ലാം പറയുന്നുണ്ട്. എന്തായാലും രേഷ്മ ചേച്ചിക്കെതിരെ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള കിച്ചു ചേട്ടന്റെ മറുപടി ആദ്യം നമുക്ക് അതിൽ നിന്ന് തുടങ്ങാം. എന്നിട്ട് രേഷ്മ ചേച്ചിയുടെ 1-2 വിവരക്കേടിലോട്ടും കൂടെ പോവേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. ആദ്യം തന്നെ രേണു ചേച്ചി കുറെ സ്റ്റേറ്റ്മെന്റ്സ് നമ്മുടെ മുമ്പിലോട്ട് വെച്ചു വരുന്നുണ്ട്. നിങ്ങൾ എല്ലാവരും കണ്ടാണ്. പ്രത്യേകിച്ച് നമ്മളൊന്ന് എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ ഒരു മാസം ഫുള്ള് രേഷ്മ ചേച്ചിക്ക് വിവാദങ്ങളുടെ അങ്ങ് പീക്ക് ലെവലിൽ നിൽക്കുകയായിരുന്നു. പ്രത്യേകിച്ച് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ സബ്സ്ക്രിപ്ഷൻ വഴി വിവരക്കേടുകളും കാണിച്ചു കൂട്ടി അതേകൂട്ട് തന്നെ കുറെ ലോക്കൽ മീഡിയാസിന് ബൈറ്റ്സ് സംഭവങ്ങളും എല്ലാം കൊടുത്തുകൊണ്ട് ഈ ഒരു മാസം ഫുള്ള് എയറിൽ തന്നെയായിരുന്നു രേഷ്മ ചേച്ചി. അതിനെല്ലാം കൂടെ ഒരു മറുപടി ഒറ്റയടിക്ക് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് രേഷ്മ ചേച്ചിയുടെ ചൗക്കുറ്റിക്ക് ഒരു അടി കിട്ടിക്കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ അതേ ഒരു ഫീല് തന്നെയാണ് കിച്ചു ചേട്ടൻ കൊടുത്ത ഒരു മറുപടി കൂടെ രേഷ്മ ചേച്ചിക്ക് തോന്നിയിട്ടുള്ളത്. എന്തായാലും നമുക്ക് തുടക്കത്തിൽ തന്നെ കിച്ചു ചേട്ടൻ കൊടുത്തിട്ടുള്ള ചുട്ട മറുപടി, രേഷ്മ ചേച്ചിക്ക് കിച്ചു ചേട്ടൻ കൊടുത്തിട്ടുള്ള ആ ഒരു ചുട്ട മറുപടിയും കൂടെ കേട്ടിട്ട് നമുക്ക് മുമ്പിലോട്ട് രേഷ്മ ചേച്ചിയുടെ കുറെ വിവരക്കേടും കൂടെ കേൾക്കാനുണ്ട്. എന്തായാലും കിച്ചു ചേട്ടൻ പറഞ്ഞിട്ടുള്ള ഒന്ന് കേൾക്കാം, നോക്കിക്കോ. ഇപ്പം അമ്മ ഇടയ്ക്ക് വന്ന് ലൈവിലെല്ലാം വന്ന ഒരു കുറച്ച് വിവാദങ്ങളായല്ലേ, എന്താണ് കിച്ചുവിന് പറയാനുള്ളത്? നല്ല സൂപ്പർ, ഒന്നും പറയില്ലേ. അയ്യോ, കൈ കൂപ്പുവാണ് കിച്ചു ചേട്ടനോട്. അയ്യോ സൂപ്പർ 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 വിവരക്കേടെന്നും പറഞ്ഞുകൊണ്ടാണ് കിച്ചു ചേട്ടൻ മുമ്പിലോട്ട് നടന്നു പോകുന്നത്. ആ ഒരു ഒറ്റ വാക്കി കൂടെ നമുക്ക് മനസ്സിലാവും കിച്ചു ചേട്ടൻ പറയാൻ ഉദ്ദേശിക്കുന്നത് എന്തുവാന്ന്. സത്യം പറഞ്ഞാൽ കിച്ചു ചേട്ടൻ തുറന്നത് സംസാരിക്കാൻ പറ്റുന്നില്ല. ബാക്കി 80% കാര്യങ്ങളും കൂടെ പറഞ്ഞായിരുന്നെങ്കിൽ രേഷ്മ ചേച്ചിയുടെ ഫുള്ള് ഇത് അങ്ങ് തീർന്നേനെ. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ കിച്ചു ചേട്ടൻ്റെ അടുത്ത് ആര് പോയി ചോദിക്കുന്ന ആ ഒരു മീഡിയക്കാരനെയാണ് നമ്മൾ പറയേണ്ടത്. അതായത് ആ ഒരു അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കി. ഈ ചോദ്യം കേൾക്കുന്ന കിച്ചു ചേട്ടൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. പോട്ടെ, കിച്ചു ചേട്ടൻ്റെ കാര്യം പോട്ടെ, ആ ഋതപ്പൻ്റെ അവസ്ഥ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എൻ്റെ പൊന്നെ, എന്തൊക്കെ വിവരക്കേടുകളാണ് വന്ന് കിടന്ന് കാണിക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ. സത്യം പറഞ്ഞ് ഞാൻ കിച്ചു ചേട്ടൻ്റെ അടുത്ത് പോയ മീഡിയക്കാരൻ ചോദിക്കുകയാണ്, രേണു ചേച്ചി ഇപ്പോൾ കാണിച്ചു കൂട്ടുന്ന ഈ കോപ്രായങ്ങളും സംഭവങ്ങളും ഒക്കെ കാണുന്നുണ്ടോന്ന്. അയ്യോ സൂപ്പർ, ഇതേകൂട്ടുള്ള ഒരു വിവരക്കേട് എൻ്റെ ജന്മത്തിൽ ഞാൻ കണ്ടിട്ടില്ല എന്നൊരു രീതിയിലാണ് മറുപടി പറഞ്ഞ് കിച്ചു ചേട്ടൻ മുമ്പിലോട്ട് നടന്നു പോകുന്നത്. എന്തായാലും കിച്ചു ചേട്ടന് ഒരു ബിഗ് സല്യൂട്ട് കേട്ടോ. കാരണം വിവരക്കേടിനെ വിവരക്കേടായിട്ട് കണ്ടുകൊണ്ട് തുറന്ന് സംസാരിക്കാൻ വന്ന കിച്ചു ചേട്ടന് ഇങ്ങനെ ഒരു സല്യൂട്ട് കൊടുത്താലേ പറ്റത്തുള്ളൂ. ഇനി കിച്ചു ചേട്ടൻ്റെ അടുത്ത് ആ ഒരു കടയുടെ ഓണർ, അതായത് ഇനാഗ്രേഷൻ വിളിച്ചിട്ടുള്ള കടയുടെ ഓണർ 1-2 സ്റ്റേറ്റ്മെന്റ് പറയുന്നുണ്ട്.
പറയുന്നുണ്ട്. സ്വന്തം അമ്മയായിട്ടുള്ള രേഷ്മി ചേച്ചി പറയേണ്ട കാര്യങ്ങളാണ് കിച്ചു ചേട്ടൻ്റെ അടുത്ത് ആ ഒരു കടയുടെ ഓണർ പറയുന്നത്. വലിയ പരിചയ സംഭവങ്ങളോ ഒന്നുമില്ല എങ്കിൽ പോലും അവർ പറയുന്നത് ലോജിക്കായിട്ട് നമുക്ക് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവുന്ന കാര്യമേ ഉള്ളൂ. രേഷ്മി ചേച്ചിയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. അതെങ്ങനെയാ സമയം വേണ്ടി ഇനാഗ്രേഷൻ തോറും അങ്ങ് ഗൾഫ് തോറും അങ്ങ് കറങ്ങി നടക്കുമല്ലേ, സ്വർണ്ണം കിടക്കുന്നോ എന്തൊക്കെയാണോ എന്താ നമുക്ക് ഇതൊന്നും അറിഞ്ഞുകൂടാ. എന്തായാലും കിച്ചു ചേട്ടൻ്റെ അടുത്ത് പറയുന്ന ആ ഒരു 1-2 സ്റ്റേറ്റ്മെന്റ് നിങ്ങളൊന്ന് ശ്രദ്ധിച്ച് കേട്ടു നോക്ക്. ഇവനെ തന്നെയല്ലേ ശരിക്കും വിളിക്കേണ്ടത്? അതാണ് കാരണം ഇവനെ സുചേട്ടൻ പറിച്ചു വെച്ചിരിക്കുകയാണ്. ഇവനെ തന്നെയാണ് ഈ ഉദ്ഘാടനങ്ങൾക്ക് വിളിക്കേണ്ടത്. ഇവന് തന്നെയാണ് സിനിമയിലും റീൽസിലും മറ്റേ എന്ത് ഷോർട്സ് അങ്ങനെ എന്താ പറയാ മറ്റേ ഷോർട്ട് ഫിലിംസും. ശരിക്കുള്ള ചെക്കൻ പുറത്തു വരുള്ളൂ. അതെ, അപ്പൊ ഇവനാണ് എത്തിപ്പെടാൻ അടുത്ത് കാട്ടുവയ്ക്കത്ത്. ഇപ്പൊ നീ നമ്മുടെ സൂവിന് വേണ്ടി പാട്ട് പാടി കേട്ടില്ല? 100%, 101% ഞാൻ അവരുടെ അടുത്ത് യോജിക്കുന്നുണ്ട്. കാരണം ഒരു അച്ഛനും അമ്മയാണ് ഇതൊക്കെ പറഞ്ഞു കൊടുക്കേണ്ടത്. സത്യം പറഞ്ഞാൽ സുധിച്ചേട്ടൻ പിന്നെയുള്ള ആ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരേ ഒരാളെന്ന് പറയുമ്പോൾ രേഷ്മ പി തങ്കച്ചൻ പപ്പയാണ്. രേഷ്മ പി തങ്കച്ചന് ഇതൊന്നും സമയമില്ല. രേഷ്മ ചേച്ചി ഇതേവിട്ടുള്ള വിവരക്കേട് 4 വിവരക്കേടുന്ന എന്തെങ്കിലും ക്യാമറകൾ കണ്ടു കഴിഞ്ഞാൽ വിവരക്കേട് ഇങ്ങനെ വിളമ്പി വെക്കണം. അതേവിട്ട് ഇനാഗ്രേഷൻ എന്ന് പറഞ്ഞ് കുറേ കോപ്രായങ്ങൾ കാട്ടണം. ആൾക്കാരുടെ മുമ്പിൽ എന്തോരം നെഗറ്റീവ് വാങ്ങി വെക്കാമോ ഇതൊക്കെ വാങ്ങി വെക്കണം. അല്ലെങ്കിൽ ഇതൊന്നും പറഞ്ഞു കൊടുക്കാൻ ഒരു സമയമില്ല. എന്തായാലും അവർ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മനസ്സിലാവും. രേഷ്മ ചേച്ചിയെ പോലുള്ള വിവരക്കേട് മാത്രം കാണിച്ച് ജീവിക്കുന്നവരെ ഇനാഗ്രേഷന് വിളിക്കുന്നതിനേക്കാൾ എന്തുകൊണ്ടും നല്ലത് സുധിച്ചേട്ടൻ്റെ മകനായിട്ടുള്ള കിച്ചുവിനെ വിളിക്കുന്നതാ. സുധിച്ചേട്ടനെ പറിച്ചു വെച്ചിരിക്കുകയാണ്. പാട്ട് പാടാൻ അത്യാവശ്യം നല്ല കഴിവുകളുണ്ട്. റാപ്പ് സംഭവങ്ങളും ഒക്കെ അത്യാവശ്യം കിടിലുമായിട്ട് ആ ഋതപ്പനാണെങ്കിലും പാടും കിച്ചു ചേട്ടനാണെങ്കിലും പാടും. അതായത് രേഷ്മി ചേച്ചിയുടെ കുട്ടി വസീകര എന്ന് 4 പാട്ടും പാടിക്കൊണ്ട് നടക്കുമൊന്നുമല്ല. കിച്ചു ചേട്ടൻ പല പാട്ടുകൾ മാറി ട്രൈ ചെയ്ത് നല്ല രീതിയിൽ കീണോ സംഭവങ്ങളും എല്ലാം ഉണ്ട്. കിച്ചു ചേട്ടനെയാണ് വിളിക്കേണ്ടത് ഇനാഗ്രേഷൻ, രേഷ്മി ചേച്ചി അല്ല. ഇനിയും ഇഷ്ടംപോലെ ഇനാഗ്രേഷൻ കിട്ടട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ മാത്രമേ പറ്റത്തുള്ളൂ. ഇനിയും കുറേ സംഭവങ്ങൾ വന്നിട്ടുണ്ട്. ഇനി അടുത്ത രേഷ്മി ചേച്ചിയുടെ വിവരക്കേടിലോട്ടൊന്നും നമുക്ക് തിരിഞ്ഞു നോക്കേണ്ടിയിരിക്കുന്നു സുഹൃത്തുക്കളെ. കാരണം കുറേ സംഭവങ്ങൾ പറഞ്ഞു വെച്ചിട്ടുണ്ടായിരുന്നു. അതിനു മുമ്പ് രേഷ്മി ചേച്ചി ആണെങ്കിൽ അഭിലാഷിൻ്റെ അവിടെ ആ വീട്ടിലുള്ള പ്രോഗ്രാമിന് വേണ്ടി പോയിട്ടുള്ള കാര്യം നമുക്കൊക്കെ അറിയാം. കൊല്ലത്താണ് സംഭവം നടക്കുന്നത്. അവിടെ പോകാൻ വേണ്ടി ഒരുങ്ങി രേഷ്മി ചേച്ചി നേരെ അവിടെയൊക്കെ പോയി എങ്കിൽ പോലും അത് കിച്ചു ചേട്ടൻ അറിഞ്ഞിട്ടില്ല. കൊല്ലത്താണ് അവരുടെ ഫാമിലി വീട്. സംഭവം എല്ലാം നിങ്ങൾക്കൊക്കെ അറിയാമല്ലോ. എന്തായാലും രേഷ്മി ചേച്ചി അവിടെ പോയതിനെ തുടർന്ന് മീഡിയക്കാരനൊരു ചോദ്യം നമ്മുടെ കിച്ചു ചേട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്. അതിനൊരു ഉത്തരവ് കിച്ചു ചേട്ടൻ കൊടുക്കുന്നുണ്ട്. എന്തായാലും ആ ഒരു വീഡിയോ കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്ക്. കൊല്ലത്തെല്ലാം വന്നായിരുന്നു. ആണോ? അറിയാൻ വയ്യ. വിളിക്കാറില്ല അങ്ങനെ ഇപ്പൊ. ഇന്നലെ ഒരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, വളകാപ്പ് ചടങ്ങിന് വന്നായിരുന്നു. അതിന്റെ റീല് ഞാൻ കണ്ടേ. കേട്ടില്ല? കിച്ചു ചേട്ടൻ അത് അറിഞ്ഞിട്ടില്ല. സ്വന്തം അമ്മയാണെങ്കിൽ കൊല്ലത്ത് വന്നിട്ടുള്ള വിവരം കിച്ചു ചേട്ടൻ അറിഞ്ഞിട്ടില്ല. റീൽസ് വഴി മാത്രമാണ് കണ്ടിട്ടുള്ളത് എന്നാണ് കിച്ചു ചേട്ടൻ അവിടെ പറയുന്നത്. ആ ഒരു അവസ്ഥ നിങ്ങളൊന്ന് മനസ്സിലാക്കി നോക്കണം. സ്വന്തം മൂത്ത മകനുള്ള ഒരു സ്ഥലത്തേക്ക് രേഷ്മി ചേച്ചി ഇനാഗ്രേഷൻ അല്ല, ആ ഒരു പ്രോഗ്രാമിന് വേണ്ടി പോയപ്പോൾ അവിടെ ചെല്ലുന്നെന്ന് പോലും വിളിച്ചു പറഞ്ഞിട്ടില്ല. പോട്ടെ, സ്വന്തം മക്കളെന്തെങ്കിലും തെറ്റുമല്ലോ മക്കളുടെ കയ്യിൽ നിന്ന് പറ്റി കഴിഞ്ഞാൽ അത് ക്ഷമിച്ചു കൊടുക്കേണ്ടത് മാതാപിതാക്കളുടെ ഉത്തരവാദിത്വമാണ്. അതിന് രേഷ്മി ചേച്ചി ആണെങ്കിൽ വിളിക്കാൻ പോലും തയ്യാറാവുന്നില്ല. കിച്ചു ചേട്ടൻ ഒരു കോളം കണ്ട് ചെയ്ത് അമ്മയെ ഋതപ്പനെ ഞാൻ പുറത്ത് കൊണ്ടുപോക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അത് നാഴികയ്ക്ക് 40 വട്ടം ഈ സോഷ്യൽ മീഡിയയുടെ ഫ്രണ്ടിൽ വന്ന് നാറ്റിക്കാവുന്നതിന്റെ പരമാവധി കിച്ചു ചേട്ടനെ നാട്ടിച്ചതാണ്. അതായത് എന്നെ വന്ന് കുറ്റം പറഞ്ഞവൻ എന്നെ തന്നെ വിളിച്ചിട്ട് അനുവാദം ചോദിച്ചിട്ട് അവന്റെ അനിയനെ വെളിയിൽ കൊണ്ടുപോയെന്ന് പറയുമ്പോൾ അതിലുപരി ഒരു നാണക്കേട് കിച്ചു ചേട്ടന് മേടിച്ചു കൊടുക്കാൻ വേറെ ഇല്ല. അത് അറിഞ്ഞുകൊണ്ട് തന്നെയാണ് രേഷ്മി ചേച്ചി ഈ ഒരു കളി കളിച്ചിട്ടുള്ളത്. ഇതിനകത്തൊക്കെ നമുക്ക് എന്തോ പറയാൻ നോക്കും. ഈ രേഷ്മി ചേച്ചി സത്യം പറഞ്ഞാൽ ഇതിൽ കൂടെ ഒക്കെ എങ്ങനെ സപ്പോർട്ട് ചെയ്യും നമ്മൾ? ഈ രേഷ്മി ചേച്ചിയുടെ വിവരക്കേടിലോട്ട് നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു വിട്ട് തന്നെ രേഷ്മി ചേച്ചിയുടെ കുറെ വിവരക്കേടുകൾ പുറത്തു വന്നിട്ടുണ്ട്. എന്തായാലും നമുക്ക് അതൊന്ന് കാണാം. ഹലോ ഗൈസ്, എന്റെ മോൻ ഋതപ്പന് ഞാനൊരു പലഹാരം മേടിച്ചോണ്ട് വന്നേ. അവൻ ഏറ്റവും ഇഷ്ടമുള്ള പലഹാരമാണ്. എന്താന്ന് ചോദിച്ചാ ചമ്മന്തിപ്പൊടി. ഭയങ്കര ഇഷ്ടമാണ്. ചോറിൻ്റെ കൂടെ ഒരു കറിയും വേണ്ട, ചമ്മന്തിപ്പൊടി പരിപ്പും കൂട്ടി അവൻ നന്നായിട്ട് ചോറിന്. എനിക്കിഷ്ടമുള്ള പലഹാരം ഇതാണ്. ഇത് ഞാൻ കഴിക്കാം കേട്ടോ, ഐസ്ക്രീം. എന്റെ പൊന്നു രേഷ്മി ചേച്ചി, അത് സുധിച്ചേട്ടന്റെ മോനാ. ചെറിയൊരു ചമ്മന്തിപ്പൊടി അരച്ചു കൊടുത്താലും ആ കൊച്ചു ചോറ് തിന്നോളൂ. അല്ലാതെ രേഷ്മി ചേച്ചിയുടെ കൂട്ടുകാർ 2 പ്രാവശ്യം പോയിട്ട് എന്നിട്ട് സൗദിയോ എവിടെ കണ്ട് മണലോ കണ്ടെന്ന് പറഞ്ഞു കിടന്ന് ഷാർജശക്കെ കുടിക്കൂ, ഞാൻ ഷാർജശക്കെ കുടിക്കൂ, ഞാൻ ഷാർജശക്കെ കുടിക്കത്തുള്ളൂ, ഞാൻ ഷാർജശക്കെ കുടിക്കൂ. എന്ത് ഗൾഫിൽ പോയപ്പോൾ മുതൽ എനിക്ക് ഷാർജശക്ക് മാത്രമേ കുടിക്കാൻ തോന്നുന്നുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പൊങ്ങച്ചോ അടിച്ചോണ്ടിരിക്കുവല്ല. ആ കൊച്ചിന്റെ അച്ഛൻ എങ്ങനെയായിരുന്നു അതേ കൂട്ട് തന്നെ ആ കൊച്ചു ചമ്മന്തി അരച്ചു കൊടുത്താലും ആ കൊച്ചു സുഖമായിട്ട് ചോറ് തിന്നും. അല്ലാതെ രേഷ്മി ചേച്ചിയുടെ കൂട്ട് പൊങ്ങച്ചോ അടിച്ചോണ്ട് നടക്കത്തില്ല. എന്തൊക്കെയാ വന്ന് പറഞ്ഞത് നോക്കിക്കോണം കേട്ടോ. ആ കൊച്ചു ചമ്മന്തിപ്പൊടി കഴിക്കുമ്പോൾ ചേച്ചി ഐസ്ക്രീം മാത്രമേ കഴിക്കത്തുള്ളൂ, ചേച്ചിയുടെ പലഹാരവാതെന്നാ പറഞ്ഞുകൊണ്ട് നടക്കുന്നത്. ഇതൊന്നും അല്ല, ഇനി വേറെയുണ്ട്. KSRTCയിലെ സൗജന്യ യാത്ര ഞാൻ നോക്കിക്കേ രേഷ്മി ചേച്ചി, നോക്കിക്കോണേ. നിങ്ങളൊന്ന് കേട്ട് നോക്കണേ. സൗജന്യ യാത്ര സ്ത്രീകൾക്ക് അനുവദിച്ചിട്ടുണ്ടല്ലോ. നല്ല കാര്യമല്ലേ. ഞാനൊന്ന് കേറണം, എനിക്കൊന്ന് കേറണം. ഭയങ്കര ഇഷ്ടമാണ് KSRTCയിലൊക്കെ യാത്ര ചെയ്യാൻ. ഞാൻ കേറും സൗജന്യ യാത്രയ്ക്ക് വേണ്ടി വെയിറ്റ് ചെയ്യണോ? അതെ, തീർച്ചയായിട്ടും ഇഷ്ടമാണ്.
KSRTC ഇവിടുന്ന് ട്രിവാൻഡ്രത്ത് നിന്ന് കാസർഗോഡ് വരെ പോകണം. ഭയങ്കര ഇഷ്ടമാണ്. ഫ്രീ ആയിട്ട് സൗജന്യമായിട്ട് രേഷ്മി ചേച്ചിക്ക് കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ പോകണമെന്നാണ് രേഷ്മി ചേച്ചി പറഞ്ഞിരിക്കുന്നത്. തുടക്കത്തിൽ വന്നു കിടന്ന് ചുമന്ന കൊടി വീശട്ടെ, LDF വിജയിക്കട്ടെ എന്ന് പറഞ്ഞ രേഷ്മി ചേച്ചി UDF വിജയിച്ച കാര്യം ഇപ്പോൾ സൗജന്യമായിട്ട്, അത് ചെറിയ ദൂരമൊന്നുമല്ല, തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ സൗജന്യമായിട്ട് അവരുടെ KSRTC യാത്ര ചെയ്യണമെന്ന്. ഒരു കുഴപ്പമില്ല. അതായത് ഒരു പാർട്ടി ജയിക്കുമ്പോൾ എല്ലാവരുടെയും പാർട്ടിയായിട്ട് തന്നെ നമ്മൾ കാണത്തുള്ളൂ. അവിടെ പാർട്ടി സംഭവങ്ങളൊന്നും നോക്കുന്നതിന് ഉപരി മുഖ്യമന്ത്രി എന്നാണ് നമ്മൾ നോക്കുന്നത്. പക്ഷേ അവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഇങ്ങനെ ആരും വിളിച്ചു പറഞ്ഞു നടക്കുന്നില്ല. ഞങ്ങൾ ഇവർക്കാന്ന് വോട്ട് കൊടുത്ത്, ഞങ്ങൾ ഇവർ ജയിച്ചു കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെയാന്ന്, ഇവർ തോറ്റു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെയാന്ന് എന്നൊന്നും ആരും വിളിച്ചു പറഞ്ഞു നടക്കത്തില്ല. അവിടെ വന്നു കിടന്ന് ഇവർ തന്നെ വിജയിക്കണം, ഇവർ മാത്രം വിജയിക്കണം, ബ്ലാഡ് സലാം എന്നും പറഞ്ഞ് കൈ വീശിക്കൊണ്ട് നടന്ന രേഷ്മി ചേച്ചിയാണ് ഇപ്പോൾ ഇവിടെ വന്നിട്ട് എനിക്ക് സൗജന്യമായിട്ട് എത്ര കിലോമീറ്റർ വേണമെങ്കിലും യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടം, എനിക്ക് KSRTC ബസ് അങ്ങ് ഇഷ്ടമാണെന്ന് പറയുന്നത്. ആർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു കാര്യമേ അല്ല ചേച്ചി ഇപ്പോൾ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും ഇതിനോടൊക്കെ സംബന്ധിച്ച് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത്, ദയവ് ചെയ്ത് താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് അയക്കണം. ഈ വിവരക്കേടുകളൊക്കെ കണ്ടപ്പോൾ ഒന്ന് പ്രതികരിക്കണമെന്ന് തോന്നി, അതുകൊണ്ട് മാത്രം ഈ ഒരു വീഡിയോ ഇട്ടേക്കുന്നത്. എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും താഴെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് അയച്ചേക്കണം. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ ഒന്ന് ലൈക്കും ചെയ്തേക്കാം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കാം, വീഡിയോ ഒന്ന് ഹൈപ്പും ചെയ്തേക്കാം. അപ്പോൾ അടുത്ത ദിവസം നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. അപ്പോൾ നല്ലൊരു ടോപ്പിക്കായിട്ട് കാണാം. കുറച്ച് ലെഫ്റ്റിലോട്ടോട്ടെ കുറച്ച് റൈറ്റിലോട്ടോട്ടെ ഞാൻ സ്ട്രൈറ്റ് പോകാൻ അടുത്ത ദിവസം നല്ല ടോപ്പിക്കായിട്ടാണ് എല്ലാവർക്കും ബൈ.